ഹായ്, എല്ലാവർക്കും മീനു മോഹൻ PSC ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ കേരളവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരമാണ് നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ല പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ല പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ജില്ല മലപ്പുറം. കേരളത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ ജില്ല തൃശ്ശൂർ. കേരളത്തിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ ജില്ല എറണാകുളം. വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലുത് ഇടുക്കി, രണ്ടാമത് പാലക്കാട്, മൂന്നാമത് മലപ്പുറം, നാലാമത് തൃശ്ശൂർ, അഞ്ചാമത് എറണാകുളം. ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ. തീരദേശം, അതായത് കേരളത്തിൽ എത്ര ജില്ലകൾക്കാണ് തീരദേശമുള്ളത്? 9 ജില്ലകൾ. തീരദേശമുള്ള ജില്ലകളുടെ എണ്ണം 9. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ, കോട്ടയം, തിരുവനന്തപുരം. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം. ഇന്ത്യയിൽ തീരദേശമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം 9. കേരളത്തിൽ തീരദേശമുള്ള ജില്ലകളുടെ എണ്ണം 9. ഏറ്റവും തീരദേശമുള്ളതിൽ ഏറ്റവും വലിയ ജില്ല മലപ്പുറം ജില്ല. തീരദേശമുള്ള ജില്ലയിൽ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ജില്ല. തീരദേശമുള്ളതിൽ വലിയ ജില്ല മലപ്പുറം ജില്ലയും തീരദേശത്തിലുള്ള 9 ജില്ലകളിൽ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ജില്ലയുമാണ്. ഏറ്റവും കൂടുതൽ തീരദേശമുള്ള ജില്ല ഏതാണ്? അപ്പം കണ്ണൂർ. ഏറ്റവും കൂടുതൽ തീരദേശമുള്ളത് കണ്ണൂർ. ഏറ്റവും കുറവ് തീരദേശമുള്ളത് കൊല്ലം ജില്ല. ഏറ്റവും കുറവ് തീരദേശമുള്ളത് കൊല്ലം ജില്ല. തീരദേശ ജില്ലകളിൽ ഏറ്റവും വലുത് മലപ്പുറം. തീരദേശ ജില്ലയിൽ ഏറ്റവും കുറവ് ആലപ്പുഴ. തീരദേശം ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂരും തീരദേശം ഏറ്റവും കുറവുള്ളത് കൊല്ലം ജില്ലയിലുമാണ്. കേരളത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി, മാഹി. കേരളത്തിലെ കടൽ തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം 5. ഇന്ത്യയുടെ ആകെ വലുപ്പത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം? ഇന്ത്യയുടെ ആകെ വലുപ്പത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം? 1.8%. 1.8%. വലുപ്പത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രാമതാണ്? 21. ഇന്ത്യയിൽ വലുപ്പത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രാമതാണ്? 21. ജനസംഖ്യയുടെ കാര്യത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രാമത്? ഇന്ത്യയിൽ ജനസംഖ്യയുടെ കാര്യത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 13. ഇന്ത്യയിലെ ജനസാന്ദ്രത ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രാമത്? ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം 3. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളത് ബീഹാർ, 2ാം സ്ഥാനം വെസ്റ്റ് ബംഗാൾ, 3ാം സ്ഥാനമാണ് കേരളത്തിന് ഉള്ളത്. ജനസാന്ദ്രത ഏറ്റവും കൂടുതൽ, അതായത് ഒരു പ്രദേശത്ത് എത്ര ശതമാനം ആളുകൾ തിങ്ങിപ്പാർക്കുന്നു എന്നതിനെ അടിസ്ഥാനിച്ചാണ് ജനസാന്ദ്രത എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജനസാന്ദ്രത ഏറ്റവും കൂടിയ ഇന്ത്യയിലെ സംസ്ഥാനം എന്ന് പറയുന്നത് ബീഹാറും, 2ാം സംസ്ഥാനം വെസ്റ്റ് ബംഗാളും, 3ാം സംസ്ഥാനം കേരളവും ആണ്. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല കേരളം. സ്ത്രീ പുരുഷ അനുപാതം കൂടുതലുള്ളത് കേരളത്തിലാണ്. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ. കേരളത്തിൻ്റെ തീരദേശത്തിൻ്റെ നീളം 590 കിലോമീറ്റർ. കേരളത്തിൻ്റെ തീരദേശത്തിൻ്റെ നീളം 590 കിലോമീറ്റർ. ഇന്ത്യയുടെ മൊത്തം തീരദേശ വിസ്തീർണം 7517 കിലോമീറ്റർ. 7517 കിലോമീറ്റർ. കേരളത്തിലെ സാക്ഷരത 94% സാക്ഷരത കേരളത്തിന് ഉണ്ട്. കേരളത്തിൻ്റെ സാക്ഷരത 94%. റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം. റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം കേരളം. പുതിയ സമ്പൂർണ്ണ സാക്ഷരതാ മാനദണ്ഡം അനുസരിച്ച് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ സംസ്ഥാനം. പുതിയ സമ്പൂർണ്ണ സാക്ഷരതാ മാനദണ്ഡം അനുസരിച്ച് സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനം മിസോറാം. മിസോറാമിൽ 98.2% സാക്ഷരതയാണ് ഉള്ളത്.
അടുത്തത് കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം, വൃക്ഷം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. കേരളത്തിലെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന, കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങ്, കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങ്. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ, കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ആന, കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ആന. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ, കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ. കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം ഇളനീർ, കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം ഇളനീർ. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ചക്ക, കേരളത്തിൻ്റെ ഔദ്യോഗിക ചിത്രശലഭം ബുദ്ധ മയൂരി, ബുദ്ധ മയൂരി. കേരളത്തിൻ്റെ ഔദ്യോഗിക ചിത്രശലഭം ബുദ്ധ മയൂരി. 2008 ബുദ്ധ മയൂരിയെ കേരളത്തിൻ്റെ ഔദ്യോഗിക ചിത്രശലഭമായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഇനി നമുക്ക് പ്രധാനമായിട്ടും വരുന്ന മറ്റു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം, ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ സംസ്ഥാനമാണ് മലപ്പുറം. ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറവുള്ള സംസ്ഥാനം പത്തനംതിട്ട. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളത്തിൽ മലപ്പുറം. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം മലപ്പുറം. ജനസംഖ്യ ഏറ്റവും കുറവുള്ള സംസ്ഥാനം വയനാട്. ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളത്തിൽ തിരുവനന്തപുരം. ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം തിരുവനന്തപുരം. ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഇടുക്കി. സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം പത്തനംതിട്ട. കേരളത്തിൽ സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം പത്തനംതിട്ട. സാക്ഷരതാ നിരക്ക് ഏറ്റവും കുറവുള്ളത് പാലക്കാട്. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂർ. കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂർ. കേരളത്തിൽ ഏറ്റവും കുറവ് സ്ത്രീ പുരുഷ അനുപാതമുള്ളത് ഇടുക്കി. തൊഴിൽ രഹിതർ ഏറ്റവും കൂടുതലുള്ളത് തിരുവനന്തപുരത്ത്. തൊഴിൽ രഹിതരെ ഏറ്റവും കുറവുള്ളത് വയനാട്. വാഹന രജിസ്ട്രേഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്നത് എറണാകുളം. വാഹന രജിസ്ട്രേഷൻ ഏറ്റവും കുറവ് വയനാട്. നഗരവാസികൾ ഏറ്റവും കൂടുതൽ ശതമാന അടിസ്ഥാനത്തിൽ താമസിക്കുന്നത് എറണാകുളത്ത്. നഗരവാസികൾ ശതമാന അടിസ്ഥാനത്തിൽ കുറവിൽ കാണപ്പെടുന്നത് വയനാട്. പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ളത് ഏത് ജില്ലയിൽ? പാലക്കാട് ജില്ലയിൽ. പട്ടികജാതിക്കാർ ഏറ്റവും കുറവ് വയനാട് ജില്ലയിൽ. പട്ടികവർഗ വിഭാഗക്കാർ ഏറ്റവും കൂടുതലുള്ളത് വയനാട് ജില്ലയിൽ. പട്ടികവർഗക്കാർ ഏറ്റവും കുറവ് ആലപ്പുഴ ജില്ലയിൽ. പ്രതിശീർഷ വരുമാനം ഏറ്റവും കൂടുതലുള്ളത് എറണാകുളം ജില്ലയിൽ. പ്രതിശീർഷ വരുമാനം ഏറ്റവും കൂടുതലുള്ളത് എറണാകുളം ജില്ലയിലും പ്രതിശീർഷ വരുമാനം ഏറ്റവും കുറവുള്ളത് മലപ്പുറം ജില്ലയിലുമാണ്. പ്രതിശീർഷ വരുമാനം ഏറ്റവും കുറവുള്ളത് മലപ്പുറം ജില്ലയിലുമാണ്. കേരളത്തിൻ്റെ ഏറ്റവും കൂടുതൽ വീതിയുള്ള പ്രദേശം, കേരളത്തിൻ്റെ ഏറ്റവും കൂടുതൽ വീതിയുള്ള പ്രദേശം മധ്യ കേരളമാണ്. കേരളത്തിൻ്റെ ഏറ്റവും വീതി കൂടിയ പ്രദേശം മധ്യ കേരളം. എറണാകുളം, ഇടുക്കി വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നു. തെങ്ങ് ദേശീയ വൃക്ഷമായിട്ടുള്ള രാജ്യം മാലിദ്വീപ്. തെങ്ങ് ദേശീയ വൃക്ഷമായിട്ടുള്ള രാജ്യം മാലിദ്വീപ്. ഹോൺബില്ല് ഫെസ്റ്റിവൽ എവിടെയാണ്? നാഗാലാൻഡ്. മിക്ക PSC പരീക്ഷകളിലും റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ് ഹോൺബില്ല് ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനത്താണ്? നാഗാലാൻഡ്. ആന സംസ്ഥാന മൃഗമായിട്ടുള്ള മറ്റ് സംസ്ഥാനം ഏതൊക്കെയാണ്? കർണാടക, ജാർഖണ്ഡ്. ആന സംസ്ഥാന മൃഗമായിട്ടുള്ള മറ്റ് സംസ്ഥാനമാണ് കർണാടക, ജാർഖണ്ഡ്. വേഴാമ്പൽ സംസ്ഥാന പക്ഷിയായിട്ടുള്ളത് അരുണാചൽ പ്രദേശിലാണ്. വേഴാമ്പൽ സംസ്ഥാന പക്ഷിയായിട്ടുള്ള മറ്റൊരു സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. കേരളത്തിലെ ഏക കണ്ടോൺമെന്റ് കണ്ണൂർ. കേരളത്തിലെ ഏക കണ്ടോൺമെന്റ് കണ്ണൂർ. കണ്ണൂർ ഭരണശ്ശേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ ഭരണശ്ശേരി. കേരളത്തിലെ ജനസാന്ദ്രത 860. കേരളത്തിലെ ജനസാന്ദ്രത 860. കടൽ തീരമില്ലാത്ത കേരളത്തിലെ ജില്ല കോട്ടയം. കടൽ തീരമില്ലാത്ത കേരളത്തിലെ ഏക ജില്ല കോട്ടയം. കടൽ തീരമില്ലാത്ത കേരളത്തിലെ ഏക ജില്ല കോട്ടയം. സംഘകാലങ്ങളിൽ കുറിഞ്ചി അല്ലെങ്കിൽ മുല്ലൈ എന്ന് അറിയപ്പെട്ടിരുന്നത് ഏത് പ്രദേശമാണ്? സംഘകാലത്ത് കുറിഞ്ചി, മുല്ലൈ എന്ന് അറിയപ്പെട്ടിരുന്നത് ഏത് പ്രദേശമാണ്?
മലനാട്. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ 3ആയിട്ട് തിരിച്ചിരിക്കുന്നു. അതിൽ സംഘകാലങ്ങളിൽ കുറിഞ്ചി മുല്ല എന്ന് അറിയപ്പെട്ടിരുന്നത് മലനാട് ആണ്. കേരളത്തിൽ നദികൾ പടിഞ്ഞാറോട്ടൊഴുകുന്നതിന് കാരണം പശ്ചിമ ഘട്ടകമാണ്. കേരളത്തിൽ നദികൾ പടിഞ്ഞാറോട്ടൊഴുകുന്നതിന് കാരണം പശ്ചിമഘട്ട മലനിരകളാണ്. മലനാട് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ചെരിഞ്ഞു കാണപ്പെടുന്നതാണ് അതിന് കാരണം. മലനാട് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ചെരിഞ്ഞ് കാണപ്പെടുന്നു. മലനാട് എത്ര ശതമാനമാണ് ഭൂപ്രകൃതിയിലുള്ളത്? 48% മലനാട് ഭൂപ്രകൃതി വിഭാഗത്തിലുള്ളത്. ഇടനാട് വിഭാഗമുള്ളത് 40% അടിസ്ഥാനത്തിലാണ്. തീരപ്രദേശമുള്ളത് 12% അടിസ്ഥാനത്തിലാണ്. ഭൂപ്രകൃതിയിൽ 3ആയി തിരിച്ചിരിക്കുന്നു: മലനാട്, ഇടനാട്, തീരപ്രദേശം. അതിൽ 48% എന്ന് പറയുന്നത് മലനാടും, ഇടനാടെന്ന് പറയുന്നത് 40%, തീരപ്രദേശം എന്ന് പറയുന്നത് 12%. മലനാട് പ്രദേശത്തെ പ്രധാന കൃഷി എന്ന് പറയുന്നത് സുഗന്ധ വിളകളാണ് കൃഷി ചെയ്യുന്നത്. മലനാട് പ്രദേശത്ത് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് സുഗന്ധ വിളകളാണ്. കുരുമുളക്, ഇഞ്ചി, ഏലം, പിന്നെ പാനീയ വിളകളായിട്ടുള്ള കാപ്പി, തേയില തുടങ്ങിയവയെല്ലാം കൃഷി ചെയ്യുന്ന മലനാട് പ്രദേശത്താണ് കൃഷി ചെയ്യപ്പെടുന്നത്. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലുള്ള ഭൂവിഭാഗമാണ് ഇടനാട്. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലുള്ളതാണ് ഇടനാട്. ഇടനാട് പ്രദേശത്തെ പ്രധാനപ്പെട്ട കൃഷി എന്ന് പറയുന്നത് കിഴങ്ങുവർഗ്ഗങ്ങൾ, റബ്ബർ, അതെങ്കിൽ നാണ്യവിളകളാണ് കൃഷി ചെയ്യപ്പെടുന്നത്. ഭക്ഷ്യധാന്യങ്ങളായിട്ടുള്ളതും കിഴങ്ങുവർഗ്ഗങ്ങളും റബ്ബർ മുതലായവയാണ് ഇടനാട് മേഖലകളിൽ കൃഷി ചെയ്യപ്പെടുന്നത്. അവിടെ വിളവ് വർദ്ധിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, ഇടനാട് പ്രദേശം എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിള വൈവിധ്യം കാണപ്പെടുന്ന മേഖലയാണ്. ചോദ്യം ഇങ്ങനെയാണ്: കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിള വൈവിധ്യം കാണപ്പെടുന്ന മേഖല ഇടനാട്. ഈ ഇടനാട് മേഖലയിൽ ഏറ്റവും കൂടുതൽ വിള വൈവിധ്യത്തിന് കാരണമാകുന്നത് ആവശ്യ രീതിയിലുള്ള മഴയും വിവിധ തരം മണ്ണിനങ്ങളുമാണ്. അത്യാവശ്യത്തിനുള്ള അല്ലെങ്കിൽ വിളവിന് ആവശ്യമായിട്ടുള്ള മഴയുടെ ലഭ്യതയും വിവിധ തരം മണ്ണിനങ്ങളും കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിളവൈവിധ്യം കാണപ്പെടുന്നതിന് കാരണമാകുന്നു. അതായത് ഇടനാട് മേഖലയിൽ കൂടുതൽ വിളവൈവിധ്യത്തിന് നല്ല രീതിയിലുള്ള മഴയും വിവിധ തരം മണ്ണിനങ്ങളും കാരണമാകുന്നു. സംഘകാലങ്ങളിൽ നെയ്തൽ എന്നറിയപ്പെട്ടിരുന്നത് തീരപ്രദേശം. സംഘകാലങ്ങളിൽ നെയ്തൽ എന്നറിയപ്പെട്ടിരുന്നത് തീരദേശമാണ്. കടൽ തീരം ഏറ്റവും കൂടുതലുള്ള താലൂക്ക് കേരളത്തിൽ ചേർത്തല. കേരളത്തിൽ കടൽ തീരം ഏറ്റവും കൂടുതലുള്ള താലൂക്ക് ചേർത്തല. കേരളത്തിൽ കടൽ തീരം ഏറ്റവും കുറവുള്ള കോർപ്പറേഷൻ തൃശ്ശൂർ. കേരളത്തിൽ കടൽ തീരം ഏറ്റവും കുറവുള്ള കോർപ്പറേഷൻ തൃശ്ശൂർ. എല്ലാവർക്കും ചോദ്യോത്തരം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്